ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു നെവർ ഗിവ് അപ്പിൻ്റെ ഒരു സ്റ്റോറിയാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ലൈഫിൽ ഞാൻ വാച്ച് ചെയ്ത ഒരു റിയൽ സ്റ്റോറിയാണ്. കാരണം ഒരാൾക്ക് നെവർ ഗിവ് അപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുത്തൊരു സിറ്റുവേഷനാണത്. കാരണം മുഹമ്മദ് ഷിബിൽ എന്നാണ് അവൻ്റെ പേര്. ആർമിക്ക് വേണ്ടിയിട്ട് അവനും ഞാനും ഏകദേശം ഒരേ ടൈമിലാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഫസ്റ്റ് റാലി 2017 അവന് റണ്ണിങ്ങിൽ കിട്ടി, മെഡിക്കലി ഹി വാസ് ഔട്ട്. കളർ ബ്ലൈൻഡ്നെസ് കാരണം അവൻ ഔട്ടായി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു കളർ ബ്ലൈൻഡ്നെസ് ഉള്ളതിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അവനോട് നിർത്തിക്കാളെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ അടക്കമുള്ള ആൾക്കാരെ അവനെ ഡിമോട്ടിവേറ്റ് ചെയ്തിരുന്നു, ഷിബിൽ ഇനി ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ബട്ട് 2018 നെക്സ്റ്റ് ഇയറിൽ അവൻ അതൊന്നും കേൾക്കാണ്ട്, ആരെയും കേൾക്കാണ്ട് അവൻ്റെ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്ത് മെഡിക്കലി എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത്, കളർ ബ്ലൈൻഡ്നെസ് അങ്ങനെ ചേഞ്ച് ആവുന്നൊരു സിറ്റുവേഷൻ അല്ല, ബട്ട് അവൻ എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ റാലിയിൽ അവൻ ഓടിക്കയറി. അതിൻ്റെ മുന്നേ അവൻ ട്രേഡ്സ്മാൻ ആയിരുന്നു കൊടുത്തത്. രണ്ടാമത്തെ റാലി വന്നപ്പോൾ അവൻ ടെക്നിക്കലിൻ്റെ കയറി കൊടുത്ത്. ആ വർഷം എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതാണ്. ആ വർഷം ടെക്നിക്കൽ വെറും 4 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് മുഹമ്മദ് ഷിബിൽ പിയാണ്. നിങ്ങൾ ആ മൈൻഡ് സെറ്റ് നോക്ക്. എല്ലാവരും പറഞ്ഞു, ഞാനടക്കമുള്ള ആൾക്കാർ പറഞ്ഞതാണ്, ഷിബിലിന് ഇതിനെ ട്രൈ ചെയ്തത്, ആദ്യത്തെ പ്രാവശ്യം ഈ ഫെയിലായി, കളർ ബ്ലൈൻഡ്നെസ് എല്ലാം ആണെങ്കിൽ കിട്ടില്ല. ബട്ട് ആരും വില കൊള്ളാണ്ട് പോകാൻ അതിന് വേണ്ടിയിട്ട് ഷാർപ്പായിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്താണ് ആ ഡെസ്റ്റിനി തന്നെ മാറി. നമുക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയും ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ബട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താക്കണം, പ്രവർത്തിക്കണം. സോ താങ്ക് യു.